ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈനലി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗായ്സ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഒരുപാട് DMs വന്നിട്ടുണ്ടായിരുന്നു. ബ്രോ എങ്ങനെയാണ് അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ബാൻഡായി. എന്താണ് റീസൺ എന്നൊന്നും അറിഞ്ഞുകൂടാ, ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. ഞാൻ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ അവൻ കളിക്കുന്ന സമയം ഞാൻ യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ടു ബാക്ക് അങ്ങനെ ശരിക്കും അങ്ങനെ ബാൻ ആകത്തില്ല. എന്താണ് റീസൺ എന്നൊന്നും പറഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന് ഒരുപാട് കാർഡ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സണ്ണിൻ്റെതായാലും അതുപോലെ ഡാൻബേൾ, അതുപോലെ വാഡി, പിന്നെ സോബസ്ലായ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് സൈൻ ചെയ്തതിൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളത് ഡൊമിനിക് സോബസ്ലായ്, അതുപോലെ സണ്ണിൻ്റെ ഒന്നും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഗൈസ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. കുറച്ചൊരു വർക്കിംഗ് പ്രഷറിലാണ്. ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരുന്നതായിരിക്കും. ഒരുപാട് ന്യൂ സബ് വന്നിട്ടുണ്ട്. എൻ്റെ ഗിവ് അവേ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ന്യൂ സബ് വന്നിട്ടുണ്ട്. അഗെയിൻ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് അക്കൗണ്ട്സ് നമ്മൾ ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാലറ്ററാസിൻ്റെ ആ ഒരു പ്ലെയറിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല ഗൈസ്. പക്ഷേ എന്തായാലും ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും. നല്ലൊരു സ്റ്റാറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ബുള്ളറ്റ് ഹെഡറാണ്. എനിക്ക് ഇമ്മൊബൈലിലാണ് ലഭിച്ചിട്ടുള്ളത്, പക്ഷെ ഒരു യൂസും ഇല്ല. ജസ്റ്റ് വെറും ഒരു എന്താ പറയുക, സെൻറ്റർ ഫോർവേഡാണ് പൊസിഷൻ വരുന്നത്. പക്ഷേ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു എനിക്ക് പേഴ്സണലി ഈ ഒരു പ്ലെയറിനെ യൂസ്ഫുള്ളല്ല. വേറെ ആർക്കെങ്കിലും ഈ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വിക്ടറും അതുപോലെ RB ആസ്റ്റൺ വില്ലയുടെ ഈ ഒരു പ്ലെയറിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലെയറിനെയും എന്തായാലും നമ്മൾ സൈൻ ചെയ്യുന്നതായിരിക്കും. പിന്നീട് വേറൊന്നും പറയാനുള്ളത്, എനിക്ക് ഫ്രീ ട്രയലാണ് ഗൈസ്. ഫസ്റ്റ് ഫ്രീ ട്രയലാണ് എനിക്ക് PSG ഈ ഒരു താരത്തെ കിട്ടിയിരിക്കുന്നത്, ഡിസൈഡോ ഈ ഒരു പ്ലെയറിനെ കിട്ടിയിരുന്നത്. പക്ഷേ ഇതും ഒരു തരത്തിലും സെറ്റാവുന്നില്ല. എന്താണ് റീസൺ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് 105 വരെയൊക്കെ റേറ്റിംഗ് പോവും. പക്ഷേ എത്ര പൊസിഷനൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്ത് നോക്കി, പല രീതിയിലുള്ള പൊസിഷൻ ചേഞ്ച് ചെയ്ത്, അതുപോലെ പ്ലെയർ പ്രോഗ്രഷനും മാറ്റി ചേഞ്ച് ചെയ്തിട്ടും ഒരു തരത്തിലും എനിക്കത് യൂസ്ഫുൾ ആവുന്നില്ല. ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ആ ഒരു ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ എനിക്കിപ്പോൾ റീസെൻ്റ്ലി സൈൻ ചെയ്ത ഒരു 3 പ്ലെയറിനെ കുറിച്ചിട്ട് ആരൊക്കെയാണ് വാഡി, സോബസ്ലായ്, അതുപോലെ സണ്ണ്. എനിക്ക് ഫസ്റ്റത്തെ 3 കളിയിൽ തന്നെ ഇവരെ ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം കിട്ടിയില്ല പെർഫോമൻസ് ആയിരുന്നു. വാഡി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളി കളിക്കുന്നത്. അതുപോലെ സണ്ണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോബസ്ലായിനെ വലിയ എനിക്ക് താരത്തെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, കളിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ വലിയ രീതിയിലുള്ള ആരും ഹൈപ്പ് കൊടുത്ത് സംസാരിക്കുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. അറ്റാക്കിങ്ങിലാണെങ്കിലും അതുപോലെ ഡിഫെൻസീവിലാണെങ്കിലും ഒരു മിന്നൽ പെർഫോമൻസാണ് സോബസ്ലായിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡാൻബേൺ ഒരു രക്ഷയില്ല. ഈ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്റർ ബാക്കാണ് പൊസിഷൻ വരുന്നത്. പക്ഷേ സെൻറ്റർ ബാക്കിൽ കളിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മളെ പഴയ പ്രൈം മാഡറിൽ കളിക്കുന്ന സമയത്ത് മാർസലോണിൻ്റെ സെയിം അവസ്ഥയാണ്. ഫ്രണ്ടിലേക്ക് മാക്സിമം സ്ട്രൈക്കറെ തൊട്ടടുത്ത്, അതായത് വാഡിയുടെ തൊട്ടടുത്ത് ഈ ഒരു പ്ലെയർ ഉണ്ടാവും. അപ്പോൾ ഓപ്പോണായിട്ട് കൗണ്ടർ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പണി പാളുന്നുണ്ട്. സോ അതാണ് ഞാൻ DMFലേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി സൈൻ ചെയ്ത ഒരു പ്ലെയറിൻ്റെ ജസ്റ്റ് ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പല അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. ഒരുപാട് പേര് അക്കൗണ്ട്സിന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും.
കിട്ടാത്തവർക്കൊക്കെ കിട്ടിക്കോട്ടെ. നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.